നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആണ്, സാറ്റർഡേ എപ്പിസോഡ് റിവ്യൂ. യെസ്, അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഞാൻ വന്നു. ഞാനും ലാലേട്ടനൊക്കെ ഇങ്ങനെ വരാറ്. ലാലേട്ടൻ ഫ്ലൈറ്റിൽ വരുന്നു. ചെറിയ വ്യത്യാസമുണ്ട്. ലാലേട്ടൻ ചുവന്ന ഡ്രസ്സാണ്, ഇവള് വെള്ള ഡ്രസ്സാണ്. ഇവള് നടന്നു വരുന്നു, ലാലേട്ടൻ ഫ്ലൈറ്റിൽ വരുന്നു. രണ്ടും ഒരുപോലെയാണല്ലോ. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, വിധു എവിടെ, വിധുവിനെയും കൊണ്ടുവരും, അപ്പോഴേ കാണാൻ രസമുള്ളൂ. കുറച്ച് ബിസി ആയി പോയി. ബിസി ആയിച്ചാൽ വീട്ടിൽ കുറച്ച് കാര്യമൊക്കെ ഉണ്ടാവില്ലേ, എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ അങ്ങനെയൊക്കെ പോയി. യെസ്, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ എപ്പിസോഡിലേക്ക് കിടക്കാം. വിധു, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? ഞാൻ ലൈവ് ഒക്കെ ഫുള്ള് കാണാറുണ്ട് കേട്ടോ, അതിലൊന്നും ഒരു മുടക്കില്ല. രാത്രി ഇങ്ങനെ ഇരിക്കാൻ മാത്രം എനിക്ക് ടൈം കിട്ടാറില്ല, അതുകൊണ്ടാ. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറയുന്ന ആശയങ്ങളോട് കടുത്ത വിയോജിപ്പല്ലേ. ചിലപ്പോ കുറെ എണ്ണക്ക് വിയോജിപ്പ് വരും, കുറെ എണ്ണൊക്കെ ശരിയാവും. പക്ഷെ ഞാൻ കുറെ കാര്യങ്ങൾ പറയും, പക്ഷെ ചില കാര്യങ്ങളൊന്നും എനിക്ക് യോജിക്കാനേ പറ്റാത്ത. കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ട് എന്നോട് പറയും, നാളെ ഞാൻ എന്തായാലും പറയട്ടോ, പക്ഷെ ഞാൻ വന്നാൽ ഞാൻ അത് പറയും ഇത് പറയുന്നൊക്കെ പറയും, പക്ഷെ വരാൻ പറ്റില്ല. ഇന്നും അതേപോലെ ആ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇന്നും ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇന്നുമല്ല, ഇന്ന് കാര്യമായിട്ട് ചില കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ ഇന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ലേ? യെസ്. എങ്ങനെ ഉണ്ടായിരുന്നു വിധു ഇന്നത്തെ എപ്പിസോഡ്? കുഴപ്പമില്ല എന്നാക്കിയപ്പോ അത് നമുക്ക് വലിയ സുഖം ഉണ്ടായിരുന്നില്ലല്ലോ. അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. അങ്ങനെ ഭയങ്കര എപ്പിസോഡൊന്നുമല്ല, കുഴപ്പമില്ല. ഭയങ്കര എപ്പിസോഡല്ല ഇത്. എന്താണെന്നറിയോ, നമ്മൾ ഒരു കാര്യം പറയട്ടെ, അപ്പ് ഫ്രണ്ടായിട്ട് ഞാൻ പറയുന്ന കേസാണ്. ഞങ്ങൾ ആരുടെയും PR അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യങ്ങളിൽ പലർക്കും അതൃപ്തി തോന്നാം. ഒരു വിഭാഗത്തിനെന്നില്ല, ഒരുവിധം എല്ലാവർക്കും അതൃപ്തി തോന്നാം, ചിലപ്പോൾ സന്തോഷം തോന്നാം. കാരണം നമ്മൾ നല്ലതും പറയും ചീത്തയും പറയും. ഇന്നലെ അനുമോളെ പറ്റി വളരെ ഒരുപാട് ആ കാറിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ സാധാരണ അനുമോളുടെ കുറേ കുറ്റങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്തോ ചില കാര്യങ്ങളൊന്നും ഒട്ടും യോജിക്കാൻ പറ്റാത്ത അനുമോളുടെ സംസാരമൊക്കെ, ഈ 3 ലേഡി പെണ്ണുങ്ങളുടെയും ഇപ്പോഴുള്ള ആ 3 പെൺകുട്ടികളുടെയും സംസാരമൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പല കാര്യങ്ങളും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചിലത് യോജിക്കാൻ പറ്റും. അതുപോലെ ഇന്നലത്തെ കാർ ടാസ്കിൽ എനിക്ക് അനുമോള് അനീഷിനെ സപ്പോർട്ട് ചെയ്ത രീതി, അനുമോള് ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന രീതി നല്ല ഇഷ്ടപ്പെട്ടു. അനീഷിനെ സപ്പോർട്ട് ചെയ്തതിനല്ല സത്യ. കാരണം അതില് ന്യായം എന്താ? സാധാരണ എല്ലാവരും കൂടി ഒരാളെ കയറി അറ്റാക്ക് ചെയ്ത് ഒരു ന്യായവും ഇല്ലാത്ത കാര്യത്തിന് ഇവരൊക്കെ പാടെ സംസാരിക്കാറാ പതിവ്. അതിൽ നിന്ന് തെറ്റി അനുമോൾ അതിലെ ന്യായം കണ്ട് സംസാരിച്ചു. അപ്പൊ അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എന്ത് പറയണതും ഒരു കുറെ ഫാൻസ് വന്നിട്ട് നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് തോന്നിയ കാര്യങ്ങളാ പറയാ. ഇതിൽ വേറെ സംഭവമുണ്ട്. ഈ പ്രാവശ്യം സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR-ന്റെ വലിയൊരു എഫക്റ്റ് ഉണ്ട്. ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അതിൽ തന്നെ പറയട്ടെ, വേറൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഡിസ്കഷനല്ല, ഒരു അനാവശ്യമായിട്ടുള്ള ചളിവാരി എറിയൽ നടക്കുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് നിഷ്പക്ഷ റിവ്യൂവർ, നീ അങ്ങനെ പറയാൻ കാരണം രേവതി തന്നെ, രേവതിനെ വേറൊരു പേരിലാണ് ഇപ്പോൾ മറുവിഭാഗമായിട്ടുള്ള രാജ് ടോക്സ്, പിന്നെ അൻസിഫ് മൂൺലൈറ്റ് മീഡിയ, അതുൽ എന്നിട്ട് കുറെ ടീം. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര രീതിയിലുള്ള പ്രശ്നം, അടിപിടിയും കാര്യങ്ങളും. ഉള്ളിലേക്കാളും വലിയ പ്രശ്നം. PR-ആണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. BBയുമായിട്ടൊരു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഷോനെ ഇഷ്ടപ്പെട്ട് അത് കാണാതിരിക്കുന്ന പ്രേക്ഷകർക്ക് യാതൊരുവിധ എന്താ പറയുക, അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന സംഭവം അല്ലാത്ത രീതിയിലാണ് പുറത്ത് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, നമുക്ക് എപ്പിസോഡിലേക്ക് വരാം. യെസ്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗമാണെങ്കിൽ, ഇപ്പോൾ അതിലിപ്പോൾ 2-3 വിഭാഗമില്ലേ വിധു? 3 വിഭാഗം. ഒന്ന് അനീഷിൻ്റെ സാബുമാനും കൂടി ഈ ആഴ്ച ചെയ്തിട്ടുള്ള പെർഫോമൻസ്, മറ്റത് 2. നീ അങ്ങനെ 3 വിഭാഗം എന്ന് പറയാൻ കാരണം എന്താ പറയുക, ഇപ്രാവശ്യം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം സാബുമാൻ ആൻഡ് അനീഷ് ആൻഡ് സാബുമാൻ ഈ വിങ് ഈ ആഴ്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ ഭാഗത്തുനിന്ന് പുറത്തുള്ള പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റവും സംസാരവും എല്ലാ കാര്യങ്ങളും. സത്യമാണോ? ഒരുവിധം അതിൽ വിയോജിപ്പുണ്ടെങ്കിൽ പറയുന്നു. അല്ല, അവരെ ഇഷ്ടപ്പെടും. അവര് സാബുമാനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തത് ഇഷ്ടപ്പെടുകയാണോ അവർക്ക് ഇഷ്ടപ്പെടാം. അല്ല, ഒന്നും ചെയ്യാതിരിക്കല്ല പറഞ്ഞത്. മറ്റുള്ളവർ ഇപ്പൊ കുറെ കോണ്ടന്റ് കൊടുത്തു, 2 ടീമും അത്യാവശ്യം നല്ല രീതിയിൽ കോണ്ടന്റ്. ഞാൻ ചോദിക്കട്ടെ, ഈ സാബുമാനെ പോലത്തെ ആ നിക്കണവരൊക്കെ സാബുമാനെ പോലത്തെ ആൾക്കാരാണെങ്കിൽ ഈ ലൈവ് കാണാൻ പറ്റുമോ? കാണാൻ തോന്നുമോ? എല്ലാരും ഇങ്ങനെ ചിരിച്ചിരിക്കും, എല്ലാരും ഭയങ്കര സഹകരണമായിരിക്കും, നല്ല രസമായിരിക്കും, നല്ലൊരു ഫാമിലി ആയിട്ട് ജീവിക്കാം. ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ, ഈ സാബുമാൻ ഞാൻ 3 വിഭാഗം എന്ന് പറയാൻ കാരണം എന്താ അറിയോ, ഇഷ്ടത്തിന്റെ ഒരു വിഭാഗം പറഞ്ഞത്. അല്ലാണ്ട് സാബുമാൻ അവിടെ പെർഫോം ചെയ്തു, മറ്റാള് പെർഫോം ചെയ്തില്ല. എന്തെന്നറിയോ കുട്ടേട്ടാ, ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലുള്ള ആൾക്കാർക്ക് തുറന്ന് പറയണം, എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്റർടൈൻ ചെയ്യാൻ അവർക്ക് കഴിവില്ല. ഓരോരുത്തർക്കും ഈ തല്ലുംപിടി കൂടുക,
ആകെ അറിയുന്ന തല്ലുംപിടി കൂടാനാ. അല്ലെങ്കിൽ പിന്നെ ഇവര് സൗമാന്റെ പോലെ എല്ലാരും മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് വല്ല ഗെയിം കളിക്കണം, സാറ്റും മറ്റേ ചാടിയിട്ടോ കണ്ണുകൂട്ടി കളിയൊക്കെ കളിക്കണം. അതാണെങ്കിൽ അവര് കളിച്ചോളും. അല്ലെങ്കിൽ ഇത് ശരിക്കും ഒന്നില്ലെങ്കിൽ ഇവര് തല്ലു കൂടുമ്പോ പിന്നെ നമ്മൾ അടി കൂടുമ്പോ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്നവര് കാണും. അതിന്റെ അപ്പുറത്തേക്ക് ഒരു വശമുണ്ട്, ഈ തല്ലു കൂടല്ലാതെ അത് വേറെ സീസൺസ് ഒക്കെ കണ്ടവർക്കറിയാം കുറച്ചൊരു എന്റർടൈൻമെന്റ് തരും. എന്റർടൈൻ ചെയ്യാൻ വേണ്ടി കോമഡി ഉണ്ടാവും, അവരുടെ ഭാഗത്തുനിന്ന് കുറെ തക അങ്ങനെയൊക്കെ വരും. അത് ആ പരിപാടിയേ ഇല്ല. അപ്പൊ പിന്നെ ഇവര് എന്തെങ്കിലുമൊക്കെ കാണിക്കണേ. അതുകൊണ്ട് പാലെടുത്തു, തൈരെടുത്തു, ഇതൊക്കെ തന്നെ ഉള്ളൂ, പ്രശ്നങ്ങളേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റൻസിനെ തെരഞ്ഞെടുത്തിട്ടില്ല. ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള എല്ലാ പരിപാടികളിലും ഉള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തില്ല. പിന്നെ ഞാൻ വൃത്തികെട്ടൊരു സംഭവം ഇപ്രാവശ്യം കണ്ടതെന്താന്ന് വെച്ചാൽ, തൊട്ടേലും പിടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാവണ, ഇവിടെ പുറത്തൊക്കെ ഉണ്ടാവണ ആൾക്കാരെ പോലെ തന്നെ മോശമായിട്ട് പ്രാഗുക, ശപിക്കുക, നീ ഇതിനനുഭവിക്കണം, നീ എനിക്ക് അതൊന്നും എനിക്ക് റിയൽ ലൈഫിൽ സഹിക്കാൻ പറ്റുമോ? ഈ കാണുന്നവർക്ക് സഹിക്കാൻ പറ്റുമോ? നീ ഇതിനനുഭവിക്കും, നിനക്ക് ഇതിന് കിട്ടും, ഇതിന് ഇതൊക്കെയാണോ? നമ്മളിപ്പോ റിയൽ ലൈഫിൽ നമ്മൾ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഈ എന്തെങ്കിലും തെറ്റ് ചെയ്ത് ഞാൻ പറയാം, ഞാൻ അനുഭവിക്കും. അനുഭവിക്കാൻ മാത്രമല്ല, നിനക്ക് ഇതിന് കിട്ടും, നിന്റെ ഇത് നശിക്കും, അങ്ങനെയൊന്നും അത് ആ ഒരു ടോണിലാണ് എല്ലാവരും അവിടെ. ഇനിയിപ്പോ അനുമോളാണ് അത് പറയണേച്ചാലും എല്ലാവരും ഏകദേശം കണക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന 3 ഗ്രൂപ്പ്. അതായത് ഒന്ന് ഈ പട്ടാ ഗേൾസ് എന്ന് പേര് വിളിക്കുന്നത്, പട്ടാ ഗേൾസ്. ഒന്നത് അപ്പുറത്തുള്ള അക്ബർ, ആര്യൻ, നെവിൻ. ഇത് രണ്ടും കണക്കാണ്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ, ഇപ്പൊ 2 കണക്കാതെ സമ്മതിച്ചില്ലേ, പറയിപ്പിക്കാതെ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി മിണ്ടാതെ നിൽക്കുന്ന സാബുമാനും, അപ്പുറത്തെ അത്യാവശ്യം അനീഷിന്റെ ഭാഗത്തുനിന്നും പ്രാവശ്യം നല്ല, പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഷാനവാസിന്റെ വിഷയമായിരുന്നല്ലോ ഈ ആഴ്ച. ഓക്കെ, വിഷയത്തേക്ക് വരാം. നെവിനെ ലാലേട്ടൻ പൊരിച്ചോ ഇതോ? അത്യാവശ്യമൊക്കെ കൊടുത്തിക്കുന്നു. നല്ല രീതിയിൽ വിഷമായിട്ടുണ്ട് നെവിൻ പുറത്തിറങ്ങിയിട്ട് ആ സിഗരറ്റ് റൂമിൽ പോയിട്ട് കടിക്കുന്നുണ്ടല്ലേ, സഹിച്ച് നിൽക്കായിരുന്നു. നെവിന്റെ മനസ്സിൽ അപ്പം എന്താവും ഞാൻ പറയട്ടെ. അത്രത്തോളം പേർക്ക് അറിയില്ല കേട്ടോ ഞാൻ പറയണത് ഇതാ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന്. ലാലേട്ടൻ ഇത് ഇങ്ങനെ അത്രയും ഷാനവാസിന്റെ കേസ് പറഞ്ഞിട്ട് നെവിനെ ദേഷ്യപ്പെടുമ്പോ നെവിൻ ആലോചിക്കുന്നത് ഇത് ഇത്രയും ഒരു ഫിസിക്കൽ അറ്റാക്ക് ഒന്നും ചെയ്തിട്ടില്ല നെവിൻ ഇത്രത്തോളം ഷാനവാസിന്റെ കേസിൽ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചത് തെറ്റാ, അത് ശരിക്കും കിട്ടേണ്ടതാ, ചീത്ത പറയേണ്ടതാണ്. ഷാനവാസിന്റെ കേസിൽ അന്ന് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്തത് ചോദിക്കണം. പക്ഷെ അത് നെവിൻ മാത്രല്ല അല്ലേ? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് നെവിനെ ചീത്ത പറയണ്ടെന്നല്ല, നെവിൻ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്തു. സെയിം ടൈം ഷാനവാസും അങ്ങനെയാണ് ബിഹേവ് ചെയ്തത്. ഷാനവാസും നെവിന്റെ അത്ര സൗണ്ട് ഇല്ലാന്നേ ഉള്ളൂ, അഗ്രസീവായിട്ടാണ്. ഷാനവാസാണ് അത് തട്ടിപ്പറക്കുന്നത്. അപ്പൊ ആ കേസിൽ ഷാനവാസിന് ഈ വയ്യായ വന്നത് നെവിൻ കാരണമാണെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ലാലേട്ടൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആൾക്കാർ അത് ബ്ലെയിം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഒരാളെ തലയിൽ ഇട്ട് കൊടുക്കരുത്. അതാണ് എത്രയും ദിവസം എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞത്. അത് നെവിന്റെ തലയിൽ അങ്ങനെ ഇട്ട് കൊടുക്കരുത്. കാരണം നെവിൻ ഒരാളും അങ്ങനെ വരണം വിചാരിച്ച് ചെയ്തിട്ടുമില്ല. പിന്നെ മാത്രമല്ല അങ്ങനെയൊന്നും ചെയ്ത് അങ്ങനെയൊന്നും വരില്ല. ഇതെന്താ വെച്ചാൽ ഷാനവാസിന്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമായത് കാരണം ഷാനവാസിന്റെ BP ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ പെട്ടെന്ന് അങ്ങനെ നമുക്കറിയില്ല, അങ്ങനത്തെ വല്ല കണ്ടീഷനാവും. അല്ലാതെ നെവിൻ ഒരു പാലും പാക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് ഒരു പാലും പാക്ക് ഇങ്ങനെ അത് എറിയല്ല ചെയ്ത്, ഇങ്ങനെ ഇടുമ്പോഴേക്കും നമ്മൾ ഇന്നും കൂടി കണ്ടില്ലേ സീൻ. അപ്പൊ നമ്മള് നെവിന്റെ ഈ ആഴ്ചത്തെ പെർഫോമൻസ് മൊത്തം കുറച്ച് അഗ്രസീവായിരുന്നു, ഭയങ്കര മോശം ചെയ്ത ഒരാളിട്ട് ചീത്ത പറയേണ്ട തന്നെയാണ്. പക്ഷെ ഈ ഷാനവാസിന്റെ കേസും പറഞ്ഞിട്ട് നെവിനെ ഔട്ടാക്കാന്ന് പറഞ്ഞാലേ അതെന്താ അറിയില്ല. ഞാൻ ഇത്ര കാലം ബിഗ് ബോസ് കണ്ടോണ്ടാ തോന്നുന്നു, എനിക്കറിയില്ല, അത് അത്ര വലിയ യോജിക്കാൻ പറ്റില്ല. യോജിക്കണ്ട, ഞാൻ യോജിക്കുന്നില്ല. ഞാൻ എന്താ എന്റെ ഒരു ഇത് പറയട്ടെ, ഭയങ്കര ഇഷ്ടമായിട്ടല്ല, ഇഷ്ടമായിട്ടല്ല, എനിക്ക് മനസ്സിലായി, അവർക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയട്ടെ. നെവിനെ ഇന്ന് പറയേണ്ടത് തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളൂ. ഷാനവാസിന്റെ കേസിൽ ഇത് നെവിനെ അതിന് മാത്രം ചാടിച്ചിട്ടുണ്ടോ? ഇല്ല. ഷാനവാസിന്റെ കേസിലുണ്ടോ? ആ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പ്രകാരം എന്താണോ കറക്റ്റായിട്ട് വേണ്ടത് അത് മാത്രമേ ചെയ്തുള്ളൂ എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അറിയോ? ഞാൻ എൻ്റെ ഈ പ്രാവശ്യത്തെ ഈ വീക്കിലുള്ള ഈ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള വിശകലനം ചെയ്ത് റിവ്യൂ പറഞ്ഞു, നമ്മളെ അഭിപ്രായം പറഞ്ഞതിൽ വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് അത് തന്നെ ഡെലിവർ ചെയ്തു എന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്നറിയോ, ഞാൻ നെവിനിൽ പ്രശ്നം കണ്ടിട്ടുള്ളത്, അതായത് ഇവൻ പാലും പാക്കറ്റും എടുത്തുകൊണ്ട് പോയി, ഇതൊക്കെ പ്രൊവോക്ക് ചെയ്യുക, ഇതൊക്കെ സാധാരണ കേസാണ്, ഇതൊന്നും ഇത്ര വലിയ സംഭവമല്ല. കട്ടുതിനലൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇവരിപ്പോൾ ഈ കൊണ്ടാടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളല്ല. ഷാനവാസാണ് അവിടെ തട്ടിപ്പറിച്ചത്, സ്വാഭാവികമായിട്ട് ഉണ്ടാവും, അതിൽ ഒരു തെറ്റുമില്ല. അതൊരു ബിഗ് ബോസ് ഹൗസാണ്. തിരിച്ച് പാലാക്കി
ഷാനവാസ് എന്ത് ചെയ്യും ആ നിമിഷം ഷാനവാസിന് ഒരു പാനിക് വന്നതാണ്. അവന്റെ ആരോഗ്യനില കാരണമാണ് അതിന് അങ്ങനെ ആയിപ്പോയതാണ്. അല്ലാതെ അത് ആക്ടിങ്ങോ പരിപാടിയില്ല. മിസ്റ്റേക്ക് അവിടെ വന്നത് അറിയോ? അതിൽ ഏറ്റവും വലിയ ഗ്രേവ് മിസ്റ്റേക്ക് അത് ചോദ്യം ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ. എനിക്ക് തോന്നുന്നു അതാണ് ചോദ്യം ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് അഭിനയാണെന്ന് പറഞ്ഞു. അതെ, അത് തെറ്റ്. ഡ്രാമ പറഞ്ഞിട്ട് അവര് ചിരിച്ചു, ആര്യം ചിരിച്ചു, നെവിൻ ഡ്രാമ പറഞ്ഞു, അക്ബർ അതിനെ സപ്പോർട്ട് ചെയ്തു. അത് തെറ്റ്. പിന്നെ അത് തെറ്റ്. അതേ സെയിം ടൈം വേറൊരു തെറ്റും കൂടി പറഞ്ഞാൽ ഇവരത് ഷാനവാസിന് ശരിക്കും വയ്യാതെ റിയലൈസ് ചെയ്തതിന് ശേഷം ഇവർ ആത്മാർത്ഥമായിട്ട് പില്ലോ വെച്ചിട്ട് അക്ബറോ ആര്യനോ വിചാരിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് പൊക്കി കൺവെൻഷൻ റൂമിൽ എത്തിക്കായിരുന്നു. കാരണം അവര് ഭയങ്കര ഹെൽത്ത് വൈസ് അവർക്ക് പറ്റും. അനീഷിനും നമ്മളെ ബഹുമാനും പറ്റുന്നില്ല. അപ്പൊ ഇവര് പെട്ടെന്ന് ഇവര് പിടിക്കാൻ പോകുന്നുണ്ട്. ഇവര് പിടിച്ചാൽ പെട്ടെന്ന് എത്തിക്കാം. 8 മിനിറ്റും 10 മിനിറ്റും ഒന്നും എടുക്കില്ലായിരുന്നു. അത് ഈ പെൺകുട്ടിയോട് സമ്മതിക്കുന്നില്ല. യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ അവര് സമ്മതിക്കും. കാരണം എന്താ വെച്ചാൽ അതിന് അനുമോളും അതിലേയും നൂറൊക്കെ അപ്പോഴും അടി ഉണ്ടാക്കുക. സത്യം പറയട്ടെ, ഈ 3 പെങ്ങന്മാർക്കും ഒരു ആത്മാർത്ഥ സ്നേഹമില്ല. ലൈവ് കണ്ടവർക്കറിയാം. അതെന്ത് നെവിൻ പറഞ്ഞത് സത്യമാണ്. അവിടെ സത്യത്തിൽ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കായിരുന്നു. മറ്റേ കളി ഓരോരോ കളികൾ കളിക്കായിരുന്നു. ഒളിച്ചുകളി, ഓടിക്കളി, ഭയങ്കര ചിരി, ഫുഡ് കഴിക്കൽ, ഇതൊക്കെ ഇത്രയൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ആ ഒരു ദിവസമെങ്കിലും അങ്ങനെ കളിക്കാൻ പറ്റില്ല. ലൈവിലേക്ക് ഒന്നും പോണ്ട. ഇന്ന് ലാലേട്ടൻ എത്ര പ്രാവശ്യം 8-9 മിനിറ്റിന്റെ കാര്യം പറഞ്ഞു. അത് ആർക്കിട്ടുള്ള കൊട്ട? അത് അക്ബറിനോ നെവിനോ ആര്യനോ ഉള്ള കൊട്ടല്ല. ആ കൊട്ട അവിടെ കൊടുത്തിരിക്കുന്നത് കാര്യമായിട്ട് ഈ പെണ്ണുങ്ങൾക്കാണ്. കാരണം എന്താണെന്നറിയോ? ഇത്രക്കായിട്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അഭിനയാന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യന് നിൽക്കില്ല. ഇത് 10-75 ദിവസം നിന്ന് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ട്, ഇങ്ങനത്തെ ഹാർട്ടിന് സർജറി, മറ്റേ അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ഒരാളാന്ന് അറിഞ്ഞും കൊണ്ട് അത് ചെയ്തതിൽ അതാണ് ഏറ്റവും വലിയ ബിഗ് മിസ്റ്റേക്ക്. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ മാതിരി തന്നെ ഒന്നും നോക്കണ്ട. ഇവർ ചെയ്യേണ്ട എന്താ? മനുഷ്യത്വപരമായിട്ടൊരു മനുഷ്യനോട് വീണ് കിടക്കുന്ന ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് ആക്കാനുള്ള പരിപാടി അല്ല ഉദ്ദേശമെങ്കിൽ അക്ബറെ ഒന്ന് വന്ന് അതാണ് ഞാൻ പറയാൻ വന്നത്. അതന്നെ ഞാൻ സെയിം. കാരണം എന്താ വെച്ചാൽ അക്ബറിനോടും ആര്യനോടും ഇവര് പറയും പിടിക്കടാ കൊണ്ടുപോകാൻ. നിന്റെ മനസ്സിൽ അതാണ്. ഞാൻ ലൈവ് കാണുന്ന സമയത്ത് നിന്റെ മനസ്സിൽ അതാണ്. അക്ബറെ ഒന്ന് പിടിക്കില്ല, പിന്നെ പിടിക്കുക. നമ്മുടെ ഷാനവാസ്ക ഇതല്ലേ വായല് വരുള്ളൂ. പിന്നെ അടി നമുക്ക് അത് കഴിഞ്ഞിട്ട് കൂടാ. അത് കഴിഞ്ഞിട്ട് പറയാം നിങ്ങളുടെ ഇത് കാരണമാണ് ഇത് ഉണ്ടായത് എന്ന് പറയാം. ഇത് അതല്ല. ഇത് ഈ പെൺകുട്ടികൾ ഇവർക്കൊന്നും പരസ്പരം ഒരു സ്നേഹവും ഒരു അത്രയ്ക്ക് മോശം കണ്ട സ്നേഹം. അതിൽ സ്നേഹത്തോടെ നിന്നത് അനീഷ് മാത്രമാണ്. സൗമാന്റെ കാര്യക്കാരല്ല. സൗമാൻ സ്നേഹമുണ്ട്. സൗമാൻ അതേ രീതിയിലാണ് നിന്നത്. പക്ഷെ അനീഷിന് കുറച്ച് ആത്മാർത്ഥത ഉണ്ടായിരുന്നു. കാരണം അനീഷ് ശരിക്കും ടെൻഷൻ. അനീഷിനാണ് ഷാനവാസ് പോയിട്ട് പിന്നെ എന്താ പറയാ കുറച്ച് ടെൻഷനായിട്ടും ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള സംസാരം പിന്നെ ഇന്ന് എടുത്ത് കേട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് ശ്രദ്ധിച്ചോ ഇന്ന് ലാലേട്ടൻ അനീഷിനോടും സാബുമേനോടും എങ്ങനെ പെരുമാറിയത്? ലാലേട്ടനും അറിയാം. മൂപ്പർക്കും ഇതേ പറഞ്ഞ ഇത്രയും പ്രായവും പക്വതയും ഈ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ലാലേട്ടൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ കൃത്യമായിട്ട് ഇവരോട് ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇത് ചിലപ്പോൾ അനീഷ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരിക്കലും ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്നുള്ളത് ഈ ചില കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പം ഞങ്ങളുടെ കേസിൽ എനിക്ക് അനുമോളം വലിയ താല്പര്യമില്ല. പക്ഷെ എന്നാലും ചില കേസിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യും. ചിലവരെ ഷാനവാസിൻ്റെ ഗെയിം ഇഷ്ടമല്ല, ചില ഗെയിമുകൾ ഇഷ്ടമല്ല. ഇതൊക്കെ പറയുമെങ്കിലും അവർ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ കുട്ടറ കാര്യം പറഞ്ഞു, മോനെ കാണാൻ എനിക്ക് ഫസ്റ്റ് പറഞ്ഞു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ പോലെ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇത് ആക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾ ചെയ്യുന്നത് എന്തും സഹിക്കുക, അതിനെന്തും പൊക്കുക എന്ന് പറഞ്ഞാൽ അത് സ്നേഹമല്ല കേട്ടോ. അത് വേറെ റൈറ്റാണ്. അതിപ്പോൾ ഇന്ന് ഈ പെണ്ണുങ്ങൾ കാണിച്ചതിന് ഈക്വലൻ്റ് ആയിട്ട് വരും. കാരണം എന്താ വെച്ചാൽ അവിടെ ആരൊക്കെയോ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്തായാലും നെവിൻ്റെ കേസിൽ ഒരു സംഭവത്തിലാണ് അവരെന്നെ പ്രൊമോയിലും കണ്ടു, ലാലേട്ടനും പറഞ്ഞു ഒരു പരിധി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെയാണ് തെറ്റ്. ഈ നെവിനെ ഈ വീക്കെൻഡ് എപ്പിസോഡുകളിൽ അവൻ്റെ ഈ കളിക്ക് കംപ്ലീറ്റ് വളട്ട് കൊടുത്തിട്ട് ലാലേട്ടനല്ല കേട്ടോ. ലാലേട്ടൻ നിങ്ങൾക്ക് പല ആൾക്കാരും ലാലേട്ടൻ എന്തൊക്കെ തെറിയാ പറയുന്നത്. എന്തിനാണത്? ഇനിയും നേരം വിളിച്ചാവാത്ത ആൾക്കാരുണ്ടോ? ഇത്രയും വിവരം വെള്ളിയാഴ്ചയും വെളിയും വെള്ളിയാഴ്ച ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ. ഇത് ലാലേട്ടനെ ഒരൊറ്റ കാര്യം, ബിഗ് ബോസ് പറഞ്ഞ ഷോ എന്താ? അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ് ചെവിയില്. അല്ലല്ല വേറൊരു ടീം പറഞ്ഞു, ഞാൻ ആളെ പേര് പറയുന്നില്ല. പറയാന്ന് വെച്ചാല് അയാൾക്ക് ചെവിയിലൊരു സ്ക്രിപ്റ്റ് വരുന്നുണ്ട്. പോരാത്തിന് ലെഫ്റ്റിക്ക് ഒരു നോട്ടം ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ ചില സമയത്ത് സ്ട്രക്ക് ആവുമ്പോൾ ലെഫ്റ്റിക്ക് നോക്കും. എന്താ വെച്ചാൽ അവിടെ ടെലിപ്രോംപ്റ്റർ നടക്കുന്നുണ്ട്. അപ്പൊ അതിലെന്താന്നുള്ള ലാലേട്ടൻ ഒരു ഹോസ്റ്റാണ്.
ഇപ്പം ലാലേട്ടൻ അങ്ങനെ പറയും ഇത് എൻ്റെ സ്പേസാണ്, ഇവിടെ ഞാനാണ് തീരുമാനിക്കുക എന്ന് പറയുമ്പോഴും ആ ഷോനൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, മൂപ്പരെ കയ്യിൽ ഒന്നുമില്ല. ഇത് ഇത്ര കാലമായിട്ട് 7 സീസൺ വരെയായിട്ടും മനസ്സിലാവാണ്ട് അതിനൊക്കെ പോയി തെറി പറയണ കാര്യം എന്തൊക്കെ ഒരു വർത്താനാണ് അനിമോൾ ഫാൻസിൻ്റെ എന്ന് പറഞ്ഞിട്ട് തെറി വന്നിട്ടുള്ളത്. വല്ല ആവശ്യമുണ്ട്, അതൊക്കെ ബാക്ക് ഫയർ ചെയ്യും. അവസാനം എന്നിട്ട് അനിമോൾ ഫാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും അതൊന്ന്. വെള്ളം ഒഴിച്ചിട്ടുള്ള വിഷയം, ഈ വെള്ളം ഒഴിച്ചിട്ടുള്ള വിഷയമാണെങ്കിലും വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ടുള്ള വിധവും. കാരണം എന്താ വെച്ചാൽ വെള്ളം തളിച്ചു, നെവിൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന് മുന്നേ അതിൽ ഏറ്റവും വലിയ കൾപ്രിറ്റ് ആരാ അറിയോ? ആര്യനാണ്. ഇതൊക്കെ മനസ്സിലാവും. എന്തിനാ അനുമോള് കിടന്നുറങ്ങാത്തൊരു മനുഷ്യന്റെ കാലിന്റെ അടി പോയി കിക്കിളിയൊക്കെ നീ കിടക്കാൻ പാടില്ല എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അതേപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞ സത്യല്ലേ, പാടില്ല, അതൊക്കെ തീരുമാനിച്ചിട്ട് വിളിച്ചുണർത്താൻ ബിഗ് ബോസ് ഉണ്ട്. ഇവിടെ കിടന്നുറങ്ങാൻ തീരെ ഉറങ്ങാത്തവരാണല്ലോ. നെവിൻ മറ്റേ തുടക്കത്തിലും ഇപ്പൊ അടുത്ത് ഇത്രയും സീരിയസ് ആയിട്ട് ടിക്കറ്റ് ഫിനാലെ വീക്ക് കിടക്കുന്ന സമയത്ത് കമിഴ്ന്ന് കിടന്ന് ഉറങ്ങിയവനാണോ? സോഫ സെറ്റിമ കിടന്ന് ഉറങ്ങിയിട്ട് ലാസ്റ്റ് ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. നെവിന് മാത്രം ഇവിടെ ഒരു തേങ്ങയില്ല എന്നൊക്കെ പറഞ്ഞ് നട്ടുച്ചയ്ക്ക് അവനെ വിളിച്ച് ചീത്തറിഞ്ഞ ആ മധുരം തിന്നിട്ടുള്ള ദിവസം ആരിന് എത്ര പ്രാവശ്യം ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്? ഈ ഉറങ്ങിയ ടീംസാണ് അതിനെ പോയി കാലും കിക്കിളിയൊക്കെ പുതച്ചും കൂടി കിടക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരു അധികാരവും ഇല്ല അവിടെ. രണ്ടാമത്തെ കേസ് അതേപോലെ സാബുമേനും കുറച്ചു പോയി കിടക്കുന്നില്ലേ? ഇതാണ് പേഴ്സണൽ ഗ്രഡ്ജ്. ബെഡെന്ന് എണീക്കുക അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് അവളുടെ ബെഡ്, അവൾക്ക് ഇഷ്ടമുള്ള പോലെ കിടന്നൂടെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ. സ്വാഭാവികമായിട്ടും അപ്പോ ഇവൻ വെള്ളം കുടഞ്ഞപ്പോ അനുമോള് നീറ്റ് ആ വെള്ളം കളയുകയാണ് ചെയ്തിട്ടുള്ളത്. കളഞ്ഞ സമയത്ത് ചിലപ്പോൾ നഖം തട്ടാൻ നോക്കിയിട്ട്, പക്ഷെ അവിടെ മാന്താനുള്ളൊരു ഇന്റൻഷൻ അപ്പുണ്ട് എനിക്ക് തോന്നുന്നില്ല. പൊതുവേ മാന്താന പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അനുമോള് ഇവന്റെ തലയിൽ കൂടി മുഴുവൻ വെള്ളം ഒഴിച്ചില്ലേ, ഇവന്റെ മേലെ കൂടി അത്രയും വെള്ളം ഒഴിച്ചില്ലേ. അതൊക്കെ ലാലേട്ടൻ ചോദിച്ചു കേട്ടോ. ഇതൊക്കെ അതേ പറഞ്ഞ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചോദിച്ചു. അനുമോള് വെള്ളം ഒഴിച്ചല്ലേ, ഇത് വേറൊരു മൂഡിലായിരുന്നു ഒന്ന്, മനസ്സിലായോ? ആ ഒരു അഗ്രഷൻ മൂഡല്ല ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അഗ്രഷൻ മൂഡിൽ. സത്യം പറഞ്ഞാൽ ഇന്ന് പൊതുജനം അല്ല കേട്ടോ, ദി സോ കോൾഡ് പൊതുജനം ആഗ്രഹിക്കുന്നത് അറിയോ? നെവിനെ ബാറിട്ട് 2 മോന്തക്കിട്ട് അടിക്കുക, അവനെ പുറത്തേക്ക് വിടുക, എയർപോർട്ടിൽ വെച്ച് ഇവനെ തല്ലുക. ഇതൊക്കെയാണ് ആൾക്കാർക്ക് ഇന്ന് വേണ്ടിയിരുന്നത്. അത് നടന്നിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയൊരു നിരാശ പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇപ്പോൾ നാളത്തെ ഒരു എവിക്ഷൻ്റെ കേസ് ഇത് നാളെ ഒരു എവിക്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഇനി അൺഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ എന്നുള്ളത് അറിയില്ല. ആരാണ് എവിക്റ്റ് ആയതെന്നുള്ളത് നമുക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ചർച്ച ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ പലർക്കും പോയിട്ടുണ്ട് അല്ലേ? പിന്നെ കേട്ടത് ശരിയാണെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. നെവിൻ്റെ കേസിൽ ഇതാണ്. പിന്നെ എന്താണ് നെവിൻ്റെ പ്രശ്നം? ഈ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താണ് നെവിൻ്റെ പ്രശ്നം? പക്ഷെ ചിലപ്പോൾ എന്താ പറയുക, ഈ എന്താണ് നെവിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും സാധനം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഇതോ അവർക്ക് കിട്ടേണ്ട ആൻസർ അവിടുന്ന് കിട്ടണം, അതൊന്നും കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ നെവിനെ കൊണ്ട് പറയിപ്പിക്കും, നെവിന് വല്ല വിഷമം പറഞ്ഞോട്ടെ, നമുക്ക് പറയാൻ പറ്റില്ല. ദേഷ്യപ്പെട്ടെന്നെ ചോദിക്കും എന്താണ് നെവിൻ്റെ പ്രശ്നം. അപ്പൊ എന്തെങ്കിലും പറയണമെന്ന് വെച്ചാൽ ഒരു കാര്യം, നെവിൻ്റെ കേസിൽ ഞാൻ നെവിൻ്റെ ആക്റ്റും കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവൻ സ്വയം സ്വാർത്ഥനാണ് അവൻ, എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗെയിമിൽ എല്ലാവരും സ്വാർത്ഥരാണ്, പക്ഷെ സഹജീവികൾ എന്നൊരു സംഭവമുണ്ട്, ഭയങ്കര സ്വാർത്ഥനാണ് ഒന്ന്. അതിന്റെ ഏറ്റവും വലിയ സംഭവമാണ് ഭക്ഷണം എടുത്ത് കഴിക്കുന്നത്. നമ്മൾ ഒരുപാട് ഫുഡിന്റെ കേസിൽ ഭയങ്കര സ്വാർത്ഥന. എന്തെങ്ങനെ എനിക്കിഷ്ടമല്ല അങ്ങനത്തെ ക്യാരക്ടർ. എന്താണെന്നുണ്ടെങ്കിലും ഐ വിൽ ടേക്ക് എ കോൾ ഓൺ ഹിം എന്ന് പറഞ്ഞു, ഞാൻ അവനെ ഇതാക്കാം, അവൻ്റെ എന്താ പറയുക, അവൻ്റെ വിധി പറയാൻ വേണ്ടി ലാലേട്ടൻ പിന്നീട് വെച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വിധി എന്നുള്ളത് അറിയില്ല. എന്തായാലും കടുത്ത എന്ത് ശിക്ഷയാണോ വരിക അല്ലേ? ഇനിയിപ്പോൾ പണപ്പെട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്നുള്ളത് അറിയില്ല. കാരണം എന്തെങ്കിലും വല്ല പണപ്പെട്ടി എടുക്കാൻ പാടില്ല എന്നോ, അല്ലാണ്ട് വേറെ എന്താ പറയാനുള്ളത്? ഇപ്പം നെവിൻ എവിക്റ്റായി പോയില്ല എന്ന് വിചാരിക്കാം. നാളെ നെവിൻ എവിക്റ്റായിട്ട് പോയിട്ടില്ലെങ്കിൽ വേറെ എന്ത് കേസ്? ഇനി അതിലേറെ സംബന്ധിച്ചാൽ ഷാനവാസിൻ്റെ ഒരു കാര്യം ഇവരോട് പറഞ്ഞിട്ടില്ല. ഷാനവാസ് വരുന്ന സമയത്ത് ഇതിനെയൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോടാ, ഷാനവാസ് വരും, അപ്പൊ ആര്യം പോവാണെങ്കിൽ പോയിട്ടുണ്ടാവും, അക്ബർ പോവാ, നെവിൻ പോവാ, വേണമെങ്കിൽ അനീഷിനെ ഒഴിവായിക്കോട്ടെ. എന്നാ പിന്നെ പെങ്ങന്മാർക്കും ആങ്ങളയ്ക്കും ഒരു ബുദ്ധിമുട്ടും നമ്മളെ വിശ്വസ്ത വിധേയനായിട്ട് സാബുമൻ. അത് രസവും. ആദില, നൂറ, അനുമോള്, ഷാനവാസ് ഇവരുടെ എല്ലാം ഉറ്റ തോഴനായിട്ട് നമുക്കൊന്നും കാണണ്ട, ബാക്കിയുള്ളതൊക്കെ പോയിക്കോട്ടെ. അനീഷിനെയും പറഞ്ഞേക്കാം. പക്ഷെ ഒരു കാര്യം സംഭവം, വേറൊരു സംഭവം, ഇതൊക്കെ ആൾക്കാർ പറയുമ്പോഴും നെവിൻ ഒരു കരച്ചിലോ ഒരു ഡ്രാമയോ ഒന്നും ഇന്നത്തെ വിഷയത്തിൽ കാണിച്ചിട്ടില്ല. ഭയങ്കര ബോൾഡായിട്ട് ടെൻഷനായിട്ട് സ്മോക്കിംഗ് റൂമിൽ പോയിട്ട് കാണിക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, ഷാരി പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ സമയത്ത് ഒരു കാര്യമുണ്ട്, ഷാനവാസിന് അന്ന് ടാസ്ക് കൊളാക്കിയതിന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ?
ലാലേട്ടൻ പറഞ്ഞോടുണ്ടോ എന്ത് ജാതി ചീത്ത. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടും അത് പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? അന്ന് ഷാനവാസ് ശരിക്കും ഒരു ആവശ്യമില്ലാതെ ടാസ്ക് കൊളാക്കിയ ഒറ്റ കാര്യം കൊണ്ട് അന്ന് ഷാനവാസിനെ തകർത്ത ദിവസമായിരുന്നു അന്ന് അല്ലേ? അങ്ങനെ ഒരു സംഗതി നെവിനുണ്ട് ഉണ്ടായിട്ടില്ല അല്ലേ? പിന്നെ വേറെ പ്രശ്നം എന്താ പറയുക, ഈ കിച്ചണിലുള്ള പ്രശ്നം തുടങ്ങിയ സംഭവം അത് ചോദിച്ചു എന്താണ്, ആരാണ് പ്രശ്നം തുടങ്ങിയെന്ന്. അതിന് ഈ പ്രശ്നം കംപ്ലീറ്റ് അക്ബർ കാരനാണ്. അനുമോള് അക്ബർ. ശരിക്കും അനുമോൾക്കും പങ്കില്ലേ? ഒരു കാര്യം, സാധാരണ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ പാത്രം കഴുകിയെടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ അല്ലേ? അതിനുള്ള സാധനം ഒന്നും കഴുകിയെടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഇത് പറഞ്ഞെടുത്ത സമയത്ത് അത്ര വലിയ വിഷയമാണോ എന്ന് വെച്ചിട്ട് അതൊക്കെ കഴുകി കൊടുത്താലും തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് രണ്ടും ആൾക്കാർക്കും ഒരു തുള്ളി പോലും കുറഞ്ഞു കൊടുക്കാനോ പറ്റില്ല. കുറഞ്ഞു കൊടുത്താൽ മറ്റോ നന്നാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ല, അത് രണ്ടു കൂട്ടരടുത്തും തെറ്റുണ്ട് കേട്ടോ. കാരണം ഇവർ ഈ പാത്രം ക്ലീൻ അല്ലാന്ന് ഇവർക്ക് തോന്നിയപ്പോ ഇവര് വെസലിനോട് പറഞ്ഞു ഇത് ക്ലീൻ ചെയ്യണമെന്ന്. അപ്പൊ അനുമോള് ഒന്നില്ലെങ്കിൽ അനുമോള് വാങ്ങിയിട്ട് അങ്ങനെ നിന്റെ ഒരു ഇത് ഇത്രയൊക്കെ വൃത്തിയോടുണ്ടോ ചോദിച്ചാൽ എന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് വെള്ളാക്കിയിട്ട് അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, അക്ബർക്ക് ടീം എന്ത് ചെയ്യണം, ഇത് ഇത്രയല്ലേ ഉള്ളൂ വിചാരിച്ചിട്ട് അവർ നുള്ളു കഴുകിയിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ അവസരങ്ങളുണ്ടല്ലോ. പക്ഷെ ഇത് ഏതെങ്കിലും ഒരാൾക്ക് ഇതിങ്ങനെ കഴുകി എടുത്തതിന് ശേഷം പ്രശ്നം ഉണ്ടാക്കാൻ ഇത് രണ്ടു കൂട്ടരും ചെയ്തില്ല. പിന്നെ അനുമോളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇവര് ഒട്ടും ചെയ്യാതിരിക്കണതിന്റെ റീസൺ ആയിരുന്നു എന്താന്ന് വെച്ചാൽ അനുമോൾ ഒറ്റയടിക്കുമ്പോൾ എനിക്ക് സൗകര്യമില്ല. ഈ സൗകര്യമില്ലൊക്കെ കേൾക്കുമ്പോ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കും വാശി വരികയാണ്. എനിക്ക് സൗകര്യമില്ല, ചെയ്യില്ല, നിങ്ങൾ എന്ത് പറയുക അങ്ങനെ പറയാ. ഷാനവാസും ചെയ്തില്ല. ഓരോ ചാൻസ് നോക്കി നടക്കുകയാണ്. അതായത് ഞാൻ എന്നെ പറയാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും സ്ക്രീൻ സ്പേസ് കിട്ടും, ഈ അവിടെ നന്നാവും, പ്രേക്ഷകരുടെ മുന്നിലേക്ക് എൻ്റെ ഔട്ട് പോകുന്നുള്ള ആ ചിന്തയിലാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു സംഭവം കേൾക്കണം. അപ്പോൾ ഒരു സംഭവം ഉണ്ട്, ഞാൻ പെട്ടെന്ന് എഴുതി വെച്ച് കണ്ടോ ചോദിച്ചാൽ. അപ്പോൾ ഓരോ കേസ് പലരും പറയുന്നത് പലർക്കും പ്രൊവോക്കേഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ആദിലൊരു കാര്യം പറഞ്ഞു, അതായത് പിന്നെ ഞാൻ അപ്പം ദേഷ്യത്തിന് പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പത്തെ ദേഷ്യത്തിന് പറഞ്ഞ ഷാനവാസിനെ കൊല്ലാൻ നോക്കി നെവിൻ എന്ന് പറഞ്ഞു അല്ലേ? ഷാനവാസിനെ നെവിൻ കൊല്ലാൻ നോക്കി. എത്രത്തോളം വിഷമം നെവിൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള പ്രൊവോക്കേഷൻ സംസാരം. പക്ഷെ ഇന്നിപ്പോ കേട്ടോടത്തോളം അങ്ങോട്ട് ചെയ്യണമെന്നും ഇങ്ങോട്ട് പറയണമെന്നൊരു വിഷയമല്ലാത്ത പോലെ എനിക്ക് തോന്നിയത് ഇന്നത്തെ എപ്പിസോഡിൽ. പിന്നെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്താ പറയുക, ഇന്നിപ്പോ ഫാൻസിന് ഇപ്പൊ അത് മതിയായിട്ടുണ്ടാവില്ല. അനുമോളുടെ ഫാൻസിന് ഇതൊന്നും മതിയായിട്ടുണ്ടാവില്ല. കാരണം അനുമോളുടെയും ആ പട്ട പെണ്ണുങ്ങളുടെയും ഫാൻസിന് എന്താ വേണ്ടിച്ചാൽ ഈ മൂന്നെണ്ണത്തിനെ അടിച്ച്, പ്രത്യേകിച്ച് നെവിനെ അടിച്ച് പുറത്താക്കണം അല്ലേ? എന്തായാലും ഒരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ പ്രേക്ഷകർക്കാണ് ഇവർ വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ സുതാര്യമാണ് അല്ലേ? പിന്നെ കാറിലെ കാര്യം ലാലേട്ടൻ ചോദിച്ചു അല്ലേ? കാരണം ആരും അനീഷിന്റെ കാര്യം ചോദിച്ചുള്ളൂ. മറ്റു ചോദിച്ചോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ആ കൈ അമർത്തുന്ന കേസൊക്കെ അത് അനീഷല്ലേ പറഞ്ഞിട്ടുള്ളൂ. അനീഷ് പറഞ്ഞിട്ടുള്ളൂ. സത്യത്തിൽ കാറിനുള്ളിൽ എന്താ സംഭവിച്ചത്? ആര്യൻ സത്യത്തിൽ എന്താ കാണിച്ചിട്ടുള്ളത്? ആര്യം മര്യാദ കളിയാണ് കളിച്ചിട്ടുള്ളത്. ആര്യം പുഷ് ചെയ്തുകൊണ്ടിരുന്നു. നൂറാണെങ്കിൽ ആര്യനോട് ഇല്ല, നൂറ് ഇടയ്ക്കിടയ്ക്ക് പറയാ, അങ്ങോട്ട് പറയാ, നീ മുന്തിക്കോ, നീ വേണമെങ്കിൽ ഉണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം എന്താ അറിയോ, നൂറയ്ക്ക് ശരിക്കും ഔട്ടാക്കാൻ നല്ലത് ആര്യനെയാണ്. എന്നാൽ നൂറയുടെ ഗെയിം സിമ്പിളായി. എന്നിട്ട് അപ്പൊ നൂറയ്ക്ക് അനീഷിനോട് പറഞ്ഞൂടെ ഇങ്ങോട്ട് പുഷ് ചെയ്യ്, നമുക്ക് ആര്യനെ ഔട്ടാക്കാം. നൂറയ്ക്ക് ഇങ്ങോട്ട് പുഷ് ചെയ്തോളൂ, അത് ചെയ്യില്ല. നൂറയ്ക്കും അനീഷിനെ ഔട്ടാക്കണം. അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ആദില എത്ര പ്രാവശ്യം അനീഷിന്റെ ഡോർ തുറക്കുക മനസ്സിലായില്ല. ഇത് ഞാൻ സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അതൊക്കെ മനസ്സിലായി. ഇതൊന്നും ലാലേട്ടൻ ചോദിക്കണമെന്നുണ്ടായിരുന്നു. നൂറേനോടും ആദിലനോടും ഇങ്ങനത്തെ കാര്യങ്ങൾ ലാലേട്ടനോ ബിഗ് ബോസ് ചോദിക്കില്ല. ഇങ്ങനത്തെ കാര്യമല്ല ഇത് ചോദിച്ചാൽ എന്താ തെറ്റ്? നൂറയ്ക്ക് ആര്യനെ ഔട്ടാക്കാറുന്നില്ല, എന്തിനാ ചോദിക്കില്ലാന്ന്? അവിടെയാണ് സംഭവം. അതിൽ വേറെ ഗെയിമാണ് വിധോ. പൊട്ടത്തരം പറയണ്ട. അല്ല, അതിൽ ഗെയിം അല്ല വിധു, അതിൽ ഗെയിം ഇല്ല. എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ ആ ലൈവ് ടാസ്ക് കംപ്ലീറ്റ് പഠിച്ചിട്ട് വീഡിയോ ചെയ്ത ആളാണ് ഞാൻ. അത് അനക്കും അറിയാം. ഈ എന്നോട് സമ്മതിച്ച കേസാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ബബ്ബ കളിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും കൂടി സമ്മതിച്ച കേസ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് എനിക്കത് ബാക്ക് ഫയർ ചെയ്യുന്നുള്ള കണ്ടീഷനിൽ നിന്നിട്ട് ഒരുപാട് സപ്പോർട്ട് കിട്ടിയതാണ് എല്ലാവർക്കും തോന്നിയത്. കാരണം ആദ്യം സത്യം പറഞ്ഞാൽ ആര്യനെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് വേറെ മോശം എന്ന് ഞാൻ പറയുന്നില്ല. ആദിലയ്ക്ക് അനീഷിൻ്റെ കൂടെ ഇരിക്കുന്നതിനേക്കാളും കംഫർട്ടാണ് ആര്യൻ. ഞാൻ അങ്ങനെ പറയാലോ. അത് ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് കംഫർട്ടല്ല. അതുകൊണ്ട് തുറക്കുന്നു, ഉന്തി പുറത്തിടാൻ നോക്കുന്നു. അത് മാത്രമല്ലല്ലോ, അതിനുശേഷം അതിലെ വേറൊരു കാര്യം പറഞ്ഞു, നീ ഇന്ന് അങ്ങോട്ട് അനുമോള് പറഞ്ഞു. അനുമോളാണ് ആ പറഞ്ഞിട്ടോ. അനുമോള് ഭയങ്കര സാധനം കേട്ടോ. ഞാൻ പറയാൻ കാരണം എന്താ പറയുക, അനുമോള് ഭയങ്കര സാധനം. ഞാൻ പറയാൻ ഏത് കാരണം അനീഷിന്റെ അല്ല, അനുമോള് ഈ ആര്യൻ ഇതിനോട് മിസ്ബിഹേവ് ചെയ്തില്ലേ, ആ കേസ് അനുമോൾ എങ്ങനെയാ കേട്ടത്? ചിരിച്ചും കൊണ്ടല്ലേ കേട്ടത്. ഈ ചിരിച്ചും കൊണ്ട് കേൾക്കുന്ന സമയത്ത് എന്താ അവിടെ ഉണ്ടാവണത്?
അപ്പുറത്ത് അടി ഉണ്ടാവണം അതിൽ 100 തമ്മിൽ സ്പ്ലിറ്റ്. സത്യമാണോ? കാറിന്റെ ഉള്ളിൽ ഇതൊന്നും ചിലപ്പോൾ ആരും സമ്മതിക്കില്ല. കണ്ട കാര്യമാണ്. ലൈവ് വീണ്ടും ചിന്തിച്ചു നോക്കും നിങ്ങൾ ഈ ഒരു കണ്ടീഷനിൽ. അനുമോള് ചോദിച്ച ചോദ്യം എന്താ അറിയോ, നീ പിന്നെ ഒരു കാര്യം ചെയ്യേ, നീ ഫ്രണ്ടിലേക്ക് ഇരിക്കേ, നീ ഫ്രണ്ടിലേക്ക് ഇരിക്കേ, പിന്നെ 100 ബാക്കിലേക്ക് ഇരിക്കട്ടെ. അതിന് ആദ്യം എന്താ 100 അടുത്തേക്ക് പറഞ്ഞു, അത് വേണ്ട ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ. അനങ്ങിയില്ല. അതില് ആദിലയുടെ മുഖം. എൻ്റെ അടുത്ത് സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട് ഇതിലൊക്കെ. എൻ്റെ അടുത്ത് ഇത് സാധനം ഞാൻ വെറുതെ പറയില്ല. ഞാൻ ഒന്നും അങ്ങനെ കയ്യിൽ നിന്ന് എടുത്ത് പറയുന്നില്ല. അതിൻ്റെ അടുത്ത് സ്ക്രീൻ റെക്കോർഡിംഗ് എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ല. ലൈവ് നിങ്ങളാരെയും ആരുടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ ഈ സാധനം പറഞ്ഞ സമയത്ത് ആദിലയുടെ മുഖം മാറുകയാണ്. കറക്റ്റ് ഇട്ട് കൊടുക്കണ അനുമോൾ. എനിക്ക് അറിയില്ല. അനുമോൾ സത്യം പറഞ്ഞാൽ ബ്രില്യൻ്റ് ആയിരുന്നു. കാറിൻ്റെ ഉള്ളിൽ സത്യം പറയാലോ, ഇതാണ് അങ്ങനത്തെ ഗെയിമാണ് വേണ്ടത്. അല്ലാണ്ട് അവിടെ ചെന്ന് കരയുക മൂങ്ങുക അതല്ല വേണ്ടത്. എന്തായാലും ഇത്ര തന്നെയുള്ളൂ. ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. വേറെ എന്താ ഉള്ളത്? അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. വേറെ നാളെ പിന്നെ അറിയാം ബാക്കി. പിന്നെ എവിക്ഷൻ്റെ കേസ് എന്താണെന്നുള്ളത്. എവിക്ഷനേക്കാളും കൂടുതൽ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു കേസുണ്ട്. എവിക്ഷൻ നമുക്ക് ഇങ്ങനെയാണെന്ന് അറിഞ്ഞ സമയത്ത് നമുക്ക് വലിയൊരു ഞെട്ടലുണ്ടായില്ല. ഷാനവാസിന് എന്ത് സംഭവിച്ചു? ഷാനവാസ് എവിടെ? നമുക്കൊക്കെ തോന്നുന്നു എന്താ പറ്റിയേ. പക്ഷെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവന് പിന്നെ അങ്ങനെ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ചില സോഴ്സിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് അറിയില്ല അതിൻ്റെ സത്യാവസ്ഥ. ഇതേപോലെ പലതും പറയുന്നുണ്ട്. പക്ഷെ മിക്കവാറും ഇഷ്യൂസ് ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും തിരിച്ചു വന്ന ഷാനവാസിനി എന്താവും അതാണ്. തിരിച്ചു വന്ന ഷാനവാസ് അനീഷിനോടൊറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇളകും. ഇന്നെ വെറുതെ ഷാനവാസ് ഹേറ്ററാണ്, ഞാൻ ഡീഗ്രേഡ് ചെയ്യാറിന് വരണ്ട. ഇപ്രാവശ്യം നിങ്ങളും കണ്ടതാണ്. ഷാനവാസ് അവിടെ വീണ് കിടക്കുന്ന സമയത്ത് അനീഷ് എത്രത്തോളം ബേജാറായി. വേറെ കാര്യം പറയട്ടെ, അവിടെയുള്ള ഈ 3 പെണ്ണുങ്ങൾക്കും ഷാനവാസിനോട് പറഞ്ഞ് ഷാനവാസിന് മൈൻഡ് മാറ്റാനുള്ള കഴിവുണ്ട്. ഷാനവാസ് നമ്മള് ഷാനവാസിനെ ഇഷ്ടം തോന്നുട്ടോ. ഷാനവാസ് നല്ല രീതിക്ക് വന്നോണ്ടിരിക്കവേ ഇത് ഈ 3 എണ്ണം കൂടി സംസാരിച്ച് ഇക്ക പറഞ്ഞ് സംസാരിച്ച് ഷാനവാസിന്റെ മൈൻഡ് ഫുള്ള് മാറ്റും. എന്നിട്ട് ഷാനവാസ് ഇവര് പറഞ്ഞാണ് വിശ്വസിക്കും. പിന്നെ അനീഷിനെയും വിശ്വസിക്കില്ല, ഇനിയിപ്പോ അക്ബറിനെയും വിശ്വസിക്കില്ല, ആരെയും വിശ്വസിക്കില്ല. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഷാനവാസിന് ഇപ്പൊ ഇതൊന്നും അറിയില്ല. തിരിച്ചു വരുന്ന ഷാനവാസിന് ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായി എന്നുള്ള അറിയില്ലല്ലോ. പക്ഷേ ഈ പെങ്ങന്മാര് പറയും ഞങ്ങളുണ്ടല്ലോ മൈൻഡ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ചിരിച്ചുട്ടോ, അത് ഇവര് വലിയ സംഭവമാക്കി എടുത്തു അങ്ങനെ പറയും. പിന്നെ രാത്രി അവര് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചതിനെ പറ്റി പറയണ്ടാവും, ഞങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതാണ് ഈ മനസ്സിങ്ങനെ ഇതായിട്ട് അങ്ങനെയാവും പറയണ്ടാവും. നോക്കിക്കോ, ഇനി ഷാനവാസ് വന്നു കഴിഞ്ഞാൽ അക്ബർ അല്ലെങ്കിൽ നെവിൻ മൈൻഡ് ചെയ്യില്ല ഷാനവാസിനെ. ഒരൊറ്റ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അല്ല അതേ പറ്റുള്ളൂ. ഇനി അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇങ്ങനെ ഒരു പ്രോബ്ലം, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ അവരോട് അങ്ങനെ ഗെയിം കളിക്കാം. അക്ബർ കുറച്ചിരുന്നല്ലോ. ഓൾറെഡി കുറച്ചിരുന്നു. അക്ബർ ആ വിഷയം അറിഞ്ഞതിന് ശേഷം വല്ലാതെ പറയാറില്ലായിരുന്നു. അത് അതിനെ ഉണ്ടാവുള്ളൂ മിക്കവാറും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഇതൊന്നും അറിയാതെ ഷാനവാസ് പുറത്തു വന്ന് പെരുമാറി കഴിഞ്ഞാലും എനിക്ക് ഞാൻ പറയും അപ്പം എന്നോട് പറഞ്ഞു വരരുത്. കാരണം അപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ കണ്ടതാണ് അതിനുള്ളിൽ. അനീഷ് നിങ്ങളെതിരായിരിക്കാം ഗെയിം വൈസ്, പക്ഷെ ചില ആൾക്കാർ ചെയ്യുന്ന നല്ല കാര്യം അതിന് ഇമ്പോർട്ടൻസ് ആണ്. അതിനുള്ളൊരു ഇതാണ് ഇതോ ഈ ചങ്ങാതി സാബുമാൻ. ഞാൻ സാബുമാൻ എത്ര അധികം കുറ്റം പറഞ്ഞതാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച എനിക്ക് എന്താണോ ഗെയിമിന് ഉപരി നന്മ ഉണ്ട് തോന്നി. ആ നന്മ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ദിവസമായിട്ടും ഈ രീതി തന്നെ നിൽക്കണ പാവാണ്. ഗെയിമിനെ പറ്റിയ ആളേ അല്ല. ഇന്നിപ്പോ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അത് അനുസരിച്ച് രീതിയിലുള്ള. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താ അറിയോ, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇയാൾ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് രസമുള്ളത് ഗെയിം. പിന്നെ ഞാൻ തന്നെ ചിന്തിച്ചു, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ പറഞ്ഞാൽ സമൂഹത്തിലെ പല ടൈപ്പ് ആൾക്കാരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതെ, പല ടൈപ്പ് ആൾക്കാരെ. അതെ, അപ്പൊ ഒരു അനീഷ് ടൈപ്പും ഒരു സാബുമാൻ ടൈപ്പും ഒരു അനുമോൾ ടൈപ്പും ഒരു അക്ബറിന്റെ പോലെ ഒക്കെ എല്ലാരും വേണം. അങ്ങനെ വിചാരിച്ചു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവിക പ്രശ്നങ്ങൾ വരാം. ഓർഗാനിക് ആയിട്ട് വരുന്ന അടികളാണ് പഴയ സീസണുകളിലൊക്കെ ഉള്ളത്. ഇപ്രാവശ്യം അതല്ല. ഇപ്രാവശ്യം ഇവർക്ക് ഓർഗാനിക് ആയിട്ട് അടി ഉണ്ടാക്കാനും വേണ്ട ഒരു സാധനം അതുമില്ല. വെറുതെ ഒന്നുമില്ലാതെ ഇവന്മാരൊക്കെ ഇരുത്തിന്ന് വിചാരിക്കുക. വായും പൊളിച്ചിരിക്കും, മലന്ന് കിടക്കും, തിരിഞ്ഞിരിക്കും, ഒന്നും ചെയ്യില്ല. ഇവർക്ക് ഒന്നും പറയാണ്ടാവില്ല. ഒരു ഗെയിം, ഒരു പ്ലാനിങ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പിന്നെ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ മാരാര സത്യം പറയാലോ ഓർമ്മ വരുന്നത് മാരാര സീസൺ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ഒരു സീസൺ വന്നു എന്നുള്ളത് ഓർമ്മ തന്നെ ഇല്ല. അതിടയ്ക്ക് ആ സീസൺ വന്നു ഓർമ്മ ഉള്ളത് പിന്നെയും കണ്ണടച്ചാൽ കിട്ടുക റോക്കി ബെൻ്റെ മോന്തയ്ക്ക് അടിക്കുന്നത് മാത്രം. വേറൊന്നും
മനസ്സ് തങ്ങുന്നില്ല. ഇപ്പോൾ ഇരുന്നിട്ട് എന്തൊക്കെ ഗെയിം പ്ലാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ, അങ്ങനെ ചെയ്യണം, ആ ഗെയിമിനെ പറ്റി ഇങ്ങനെ പല കാര്യങ്ങളും പല രീതിയിലും അതിന് മുന്നത്തെ സീസണുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ പറയണത് ഈ ഒരു സീസണിൽ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്നിപ്പോൾ നമ്മൾ കുറേ മണിക്കൂട്ടൻ്റെ അതൊക്കെ കാണിച്ചു തരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പഴയ സീസണിലേ നമ്മൾ ബിഗ് ബോസ് നടിക്കുമ്പോൾ ഇതിൽ വരും പഴയ സീസണിലേക്ക് ഓരോന്നേ. അപ്പോൾ പണ്ടത്തെ സീസണിലൊക്കെ എന്തൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു എന്നറിയോ, കുറേ എൻ്റർടൈൻമെൻറ്റ്, നല്ല രസമായിരുന്നു, ചിരിക്കാനുണ്ടായിരുന്നു കുറേ. എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് കുറേ ലെങ്ത് പോയി. ഇപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ കാര്യം. ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു തോന്നുന്നില്ല അല്ലേ. എപ്പിസോഡ് കണക്റ്റഡായിട്ട് വല്ലാണ്ട് സംസാരിച്ചു തോന്നുന്നില്ല, കുഴപ്പമില്ലാത്ത ഒരു എപ്പിസോഡ്. ഇനി നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിൽ എവിക്ഷൻ്റെ കാര്യം പറയുന്ന സമയത്ത് തലേ കൈവച്ചിരിക്കുന്നത് അക്ബറും നെവിനുമാണ്. അപ്പോൾ ആരാണ് എവിക്റ്റായത്? ഇതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല, നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ആ ഉത്തരം കമന്റ് ബോക്സിൽ പറയും. എനിക്കൊരു മറുപടി തരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലീഗൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും. അതുകൊണ്ട് ക്ഷമിക്കണം. നിങ്ങൾ എവിക്ഷൻ്റെ ആൾക്കാരുടെ പേര് പറഞ്ഞാൽ ഒന്നും പറയാൻ മാർഗ്ഗമില്ല. ഒരുപാട് പേർക്ക് നോട്ടീസ് പോയി, എൻ്റെ മോളുടെ വക നോട്ടീസ് പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. 15 യൂട്യൂബേഴ്സിന് പോയിട്ടുണ്ട്. ഇത്ര ആരൊക്കെ ഉണ്ടാവുമല്ലേ, നമ്മൾക്ക് ഉണ്ടാവും, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ പണ്ടൊക്കെ ഞാൻ എവിക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വിട്ടിട്ടുണ്ട്. ഇനി അതിനൊക്കെ പാട് വരുമോ അറിയില്ല. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.